ഓരോ ദിവസവും ഒരുപാട് പെൺകുട്ടികളും വീട്ടമ്മമാരുമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫോട്ടോ മോർഫി ചെയ്ത് പ്രചരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ അടക്കം ഫോട്ടോകൾ ഇത്തരം ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഏത് കേസ് വന്നാലും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ കേരള പോലീസിൻ്റെ ഒരു സൈബർ ഓപ്പറേഷൻസ് ഉണ്ട്, ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ പി ഹണ്ട്. ഈ ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ ഉദ്ദേശം ചെറിയ കുട്ടികളുടെ നഗ്ന വീഡിയോകൾ ആരെങ്കിലും കാണുന്നതോ സെർച്ച് ചെയ്യുന്നതോ പ്രചരിപ്പിക്കുന്നതോ അപ്ലോഡ് ചെയ്യുന്നതോ കുറ്റകരമാണ്. അതറിയാലോ, എല്ലാവർക്കും അറിയാമോ അത്? അപ്പോൾ അങ്ങനത്തെ ഉള്ള വീഡിയോകൾ കാണുന്ന ആളുകളെ ഈ സ്പെഷ്യൽ ഡ്രൈവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്ന സമയത്ത് പോലീസ് കണ്ട ഞെട്ടിക്കുന്ന ഒരു സംഭവം, നമ്മളുടെയൊക്കെ വീട്ടിലുള്ള ചെറിയ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നഗ്ന ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഡ്രൈവിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. 2017 തൊട്ട് കേരള പോലീസ് ഓരോ വർഷവും ഈ ഒരു ഓപ്പറേഷൻ നടത്താറുണ്ട്. വളരെ രഹസ്യമായിട്ട് നടത്തുന്ന നീക്കമാണ്. ഇതിനകത്ത് പിടിച്ചെടുക്കുന്ന ആളുകൾ പോലീസുകാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളടക്കം ഈ ഇതുപോലത്തുള്ള കേസുകൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇത്തരം ഇമേജുകളും വീഡിയോകളും എങ്ങനെയാണ് ഇവരുടെ കയ്യിലേക്ക് പോകുന്നത്. ഇപ്പൊ കുട്ടികളെ പലതരത്തിൽ ഭീഷണിപ്പെടുത്താനും അവർക്കറിയാം. ഈ എന്ത് പ്രശ്നം വന്നാലും കുട്ടികൾ വീട്ടിൽ പറയില്ല. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പ്രത്യേകിച്ചും എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ചോദിക്കും, നീ എന്തിനാണ് ആ ആപ്പ് ഉപയോഗിക്കാൻ പോയത്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ പോയത് എന്തിനാണെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും വീട്ടിൽ പറയില്ല. ഇതേപോലുള്ള ഏതൊരു പ്രശ്നം വന്നാൽ പോലും നിങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കാൻ പറ്റണം. അത് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. അതും കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ അതല്ലെങ്കിൽ ചെറിയ കുട്ടിയുടെയോ നഗ്ന ഫോട്ടോകളും വീഡിയോകളും ആരെങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വിക്ടിം നമ്മൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാവുന്നൊരു സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള മടി കൊണ്ട് പലരും പറയാതിരിക്കുന്നുണ്ടാവും, വീട്ടിൽ പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരു സഹായകമായിട്ട് നമുക്ക് ഇന്ത്യയിൽ നാഷണൽ സൈബർ ക്രൈമിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഒന്ന് പറയാൻ പറ്റുമോ? നാഷണൽ സൈബർ ക്രൈമിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1930. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഏതൊരു സൈബർ തട്ടിപ്പ് നടന്നാലും എത്രയും പെട്ടെന്ന് വിളിക്കേണ്ട ഒരു നമ്പറാണ് 1930. നോട്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് ഭീഷണി മെസ്സേജുകൾ വരാം, തട്ടിപ്പുകൾ വരാം, അതുപോലെ തന്നെ പലതരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ വരാം. ഒരുപാട് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും വരാറുണ്ട് ആളുകൾക്ക്. ഇങ്ങനെ ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ആ ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംവിധാനവും നമുക്കിവിടെ നിലവിലുണ്ട്. സഞ്ചാർ സാത്തി എന്നാണ് അതിൻ്റെ പേര്. സഞ്ചാർ സാത്തി, അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ വളരെ നിസാര സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും പരിഹാരം കിട്ടും. സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്. എന്താ സഞ്ചാർ സാത്തി? ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും. അതിൻ്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇത് സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിനകത്തുള്ളതെന്ന്. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഫീച്ചർ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പേരിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാലോ, നമ്മുടെ പ്രൂഫൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലുകളിലോ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പ്രൂഫ് കൊടുക്കും. ഇവിടെ നിന്നൊക്കെ നമ്മുടെ പ്രൂഫുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ദുരുപയോഗം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വെബ്സൈറ്റിലുണ്ട്. അതേപോലെ ഏത് ആളായിക്കോട്ടെ, നമ്മൾക്കറിയാതെ ഇപ്പോൾ ഭർത്താവ് വിദേശത്തായിട്ടുള്ള സ്ത്രീകളെ സ്ഥിരമായിട്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദേഷ്യം തോന്നുന്ന ആളുകളുടെയൊക്കെ നമ്പർ കൊണ്ടുപോയിട്ട് നമ്മുടെ റെയിൽവേ ഇതിലൊക്കെ പോയിട്ട് എഴുതിയിടും, ബാത്റൂമിലൊക്കെ ഫ്രണ്ട്ഷിപ്പിന് വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കോള് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ശല്യമായിരിക്കും. ഇതുപോലെ ഏതൊരു ശല്യം SMS-ലൂടെയോ കോളിലൂടെയോ വാട്സപ്പിലൂടെ ഏത് തരം മോഡായിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമാണ് സഞ്ചാർ സാത്തി.